സോ ഗൈസ് ഫൈനലി ഞാൻ മാറ്റി കഴിഞ്ഞ്. പക്ഷെ ഇവിടെ പലരും മാറ്റി കഴിഞ്ഞിട്ടില്ല. ദേവിക അയ്യോ ഇവിടെ ഗൈസ്. അപ്പൊ ഞാൻ മാത്രം ഇവിടെ ഇറങ്ങി ഒരു നടന്നെത്തട്ടെ. ഞാനെങ്ങനെ മുടി കെട്ടുക? ദേവിക ഗൈസ് ഇത് മൊത്തം ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ, മെമ്മറീസ്. അവിടെ പോയിട്ട് നല്ല അടിച്ചുപൊളി വീഡിയോസ് കാണാം. ഞങ്ങൾ എപ്പോഴെത്താ അറിയില്ല ഗൈസ്. പോകുന്നത് തന്നെ 7 മണി. ചിലപ്പോൾ മിക്കവാറും അവിടുത്തെ REC ബസ് സ്റ്റാൻഡ് കാണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുണ്യാണ് ഒറ്റയ്ക്ക് മാറ്റിയ പുണ്യനെ പുറം കണ്ടോ? സെക്സി ലേഡി. പുണ്യം കൊണ്ടൊക്കെയാ ഒന്ന് പോടും. സോ ഗൈസ് ഒന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ നിന്ന് REC വരെ നടക്കണം. വണ്ടി എടുക്കുമോന്നറിയില്ല. ഞങ്ങളങ്ങനെ അങ്ങനെ ഒരു പെട്ട് വിട്ടതാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് എങ്ങോട്ടി പോയാൽ കേട്ടെ കേറ്റോന്നും അറിയില്ല. നമ്മളെ പ്രോ റൈഡറാണ്. കൊച്ചിയിലെ ലൈഫ് ഞാൻ പറയട്ടെ. അയ്യോ കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാ പുണ്യം പുറത്തിറങ്ങാണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ശരിയാണ്ടായി ഗൈസ്. അവസാനം ഞങ്ങൾ NIT-ലെത്തി ഗൈസ്. പുണ്യം ഒറ്റയ്ക്ക് പോകുന്നു. നമുക്ക് അറിയാൻ തോന്നുന്നേ. ഞങ്ങൾ നോക്കട്ടെ ഇനിയിപ്പൊ ടിക്കറ്റ് അവിടെ ഉള്ളോട്ട് കയറാൻ കഴിയുമോ നോക്കട്ടെ ഗൈസ്. അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണിക്കോ ഗൈസ്? ഞങ്ങൾ NIT-ന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടേ ഉള്ളൂ. ആരും കൂട്ടാനൊന്നും വന്നില്ല. ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിച്ച് ഉള്ളിലേക്ക് കയറ്റിവിടുന്നു വിചാരിക്കുന്നു ഗൈസ്. കയറിയ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. പുണ്യ ഇതുവരെ രാത്രി കാണാത്ത ഒരു സ്ത്രീയാണ്. ഇപ്പൊ രാത്രി കണ്ടിട്ട് എന്ത് തോന്നുന്നു? തോന്നുന്നു ഇതാണ് രാത്രിയിലെ മരം. ഗൈസ് ഞങ്ങളങ്ങനെ ഗൈസ് മേ ബി ചിലപ്പം ഞങ്ങൾ വേടന്റെ ഷോക്ക് കയറും. പക്ഷെ ഓവർ എക്സൈറ്റ്മെന്റ് ആവുന്നില്ല. കാരണം എന്താ അറിയോ, ഞങ്ങൾ എപ്പോഴും പരിപാടിക്ക് ഫോട്ടോ ഒക്കെ എടുത്തോളി. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ സ്റ്റേജ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി അവിടെ ഉണ്ട്. സോ ഗൈസ് അവരാണ് ഞങ്ങളെ ഇങ്ങോട്ട് കയറ്റി തന്നിട്ടോ. അപ്പോൾ ഓരന്നെ ഞങ്ങളെ വേടന്റെ ഷോക്ക് കയറ്റാൻ തന്നിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റും. ഞങ്ങൾ എക്സൈറ്റഡ് ഞങ്ങൾ ഭയങ്കര എങ്ങനെ അറിയോ, ഡാൻസിന്റെ പ്രോഗ്രാം ഉണ്ട്. ഞാനും ദേവികയും ചിന്തിക്കും ഞങ്ങളെ പച്ചമരിച്ച് ഇവിടെ മഞ്ഞവിടെ ചുവപ്പ് ഇവിടെ അങ്ങനെ. പക്ഷെ എന്താ പറയുക, ഇപ്പൊ എക്സൈറ്റഡ് ആവണ്ട വിചാരിക്കും. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട് ഗൈസ്. എന്താന്ന് അറിയില്ല. സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പുണ്യ കണ്ടില്ലേ ഗൈസ്, ലോകം കാണാത്തവളാ ഓള്. ലോകം കാണാൻ നടക്ക. ഇവിടെ വാ, ബേക്കിട്ട് വാ. എല്ലാരും നിൽക്കുവന്ന് വൃത്തിക്ക്. ഗൈസ് എന്താന്ന് വെച്ചാൽ ഗൈസ് ഓനന്റെ തലയിൽ കാക്ക തൂറി ഗൈസ് അപ്പിട്ട്. ഇതൊക്കെ ഒരു ഓർമ്മയാ സോന, ഇതൊക്കെ ഒരു ഓർമ്മയാണ് എനിക്ക് തോന്നുന്നു അവശകുനത്തിന് ലക്ഷണം കാക്ക അപ്പിട്ടു ഗൈസ്. ഇതിനോട് കുളിപ്പിക്കാറൊക്കെ പറ്റില്ല. ഉണ്ടോ ശരിക്കുണ്ടോ ഈ കാണിക്കൊക്കെ സോനന്റെ തലയിൽ കാക്ക അപ്പിട്ടു. മൈലാഞ്ചി കളറിലുള്ളതാണ്. പക്ഷെ ഉണ്ടല്ലോ
മൈലാഞ്ചിന്റെ കളറാണ്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ പരിപാടിക്കും നമ്മൾ സെറ്റ് ആക്കുമ്പോഴും സോനയ്ക്ക് എന്തെങ്കിലും വീകും, അല്ലെങ്കിൽ എന്തെങ്കിലും തലയിൽ വീകും. ഏതായാലും ഓളെ തല കഴുകിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ സെറ്റാണ്. അതല്ല ഒരു ടവലെടുക്കും മോത്തൊക്കെ തുടങ്ങുന്നത്. ഇവിടെ ഫുള്ള് പരിപാടി ആണ്, മൂഡ് ഓൺ ആണ്. ബാത്റൂമിൽ പോവാ ഗൈസ്. അതിന്റെ അപ്പിക്കാട്ടം തലേന്ന് പോകാൻ ലേഡീസ്. സോനന്റെ തലയില് കാക്കത്തൂറി കിഴങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി സോനന്റെ കാക്കത്തൂറിയത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെല്ലാം സോന തന്നെ കഴുകി ഉറങ്ങാൻ. വീഡിയോയിൽ നിങ്ങളെ ഉണ്ടാവുള്ളൂ, ഞാൻ ഉണ്ടാവില്ല. വീഡിയോ തന്നെയല്ലേ. ദേവിക എന്നെ ചതിച്ച് ഞാൻ വരെ കയറ്റി, പക്ഷെ അവ ബാഗ് ഒളിക്ക് തരുന്നില്ല. ഓളെ ഞാനിനി വേടന്റെ ഷോക്കി കേട്ടാണ് ഞാൻ ബാഗ് ഒളിക്ക് തരണം. എങ്ങനെ കയറുന്നു എനിക്ക് കാണണം. ഗൈസ് ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടി, അത് ഇന്നത്താണോ അല്ലേന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട് നമുക്ക് ആരുടെ ചോദിച്ചിട്ട് തീർക്കാം. സോ മിന്ത്രേന്റെ ചെറിയൊരു ടൂത്ത് ബാഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഒരാഴ്ച ഓളെടുത്ത് ഒരാഴ്ച എൻ്റെ അടുത്ത്, അതുകൊണ്ട് മാത്രം എന്ത് വലിയ സഞ്ചി ആയാലും ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കാം. ഗൈസ് നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നിജിലേച്ചിനെ വിളിച്ചിട്ട് നിജിലേച്ചി എവിടെയാന്നൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. എന്നിട്ട് നിജിലേച്ചിയുടെ അടുത്ത് ഈ ബാഗ് ഏൽപ്പിക്കാം. ഗൈസ് ഇവിടെ വേറെ ഏതൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി അവിടെ നിന്ന് പോയി നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ആ ബർഗർ കൊണ്ടുപോയ ചെക്കനെ ഫോളോ ചെയ്തിട്ട് തട്ടിപ്പറിച്ച് കഴിക്കാം. സോന തട്ടിപ്പറിച്ച് ഓടാൻ ഞാൻ ദേവികനെ പിടിക്കാൻ ഓടും ഗൈസ്. ഇവിടെ ചേർണം വിചാരിച്ചു, പക്ഷെ എനിക്കെന്തോ ബോറടി പോലെ തോന്നാം. എന്തായാലും ഇവരിവിടെ ഇങ്ങനെ ഫുള്ളൊന്നും കണ്ടില്ല. നമുക്കിവിടെ ഇവരെ കൊണ്ട് എല്ലാ സ്ഥലത്തും കാണിക്കാം. നമുക്കിവിടെ എക്സ്പോസ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ എക്സ്പോസ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് എക്സ്പോസ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുണ്യ അവർകൾ. പുണ്യ എവിടെ നോക്ക് പുണ്യ. പിന്നെ സോൻ അല്ല ദേവിക. ഗൈസ് കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ പോകാം. ഗൈസ് ഫുൾ ചിക്കൻ ഗൈസ്. അതാ നിലത്ത് വീഴാണെ ഓടിപ്പോയി എടുത്തു തിന്നായിരുന്നു. ദേവി ഫസ്റ്റ് ഇടും. അയ്യോ എന്നിട്ട് അനേന് സ്റ്റാൻഡേർഡ് ചെയ്തിട്ട് അതിന് 3/4 ഭാഗം വേണമെന്ന് പറയും. ഈ അധികം ചിരിക്കണ്ട, അവളെ കാട്ടക്കഥ ഉണ്ട് ഇവിടെ. കാട്ടക്കഥ ചീട്ടക്കഥ. ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് സുഡ സുഡ, നമ്മളെ വെങ്കിന്റെ ഞങ്ങൾ കാണാൻ വന്നതാ. ഇത് സോന ഇന്നാക്കുന്നതല്ല, നുണ ഇറക്കുന്നതാണ്. പുണ്യമണം വലിച്ചു കയറ്റും. ഫുൾ തിരക്കാണ് ഗൈസ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഗൈസ് ഇവിടെ മൊത്തം. മാങ്ങ വരയ്ക്കാം. ഓക്കെ ഇപ്പോഴും മാങ്ങയില ഗൈസ്. മഴ പെയ്തു ഗൈസ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എൻജോയ് ചെയ്യും. മഴ പെയ്തു ഗൈസ്, ഫുൾ മഴ മൂഡ് ഓൺ. അതുകൊണ്ട് നനയാൻ തീരെ താല്പര്യമില്ല.
ഭയങ്കര മഴ ഗൈസ്. ഇവിടെ തിരക്കായി ഗൈസ്. മഴ പോയി പുറത്തേക്ക് പോകാൻ വിചാരിക്കുന്നു. ബോറടിക്കണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ചെറുതായിട്ട് അടിക്കണ്ടേ. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ പൈസ ഇല്ല, അതുകൊണ്ട് അയ്യോ വയറ് കരയുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും കേട്ടോ നോക്കാം. പച്ച വിടുന്നു ഇവിടെ. യെസ് ഗൈസ്, ഞാൻ അവരെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഫുള്ള് ബോറടിച്ച് എങ്ങനെ നടക്കാമെന്നുള്ളത് കാണിച്ചു തരും. നല്ല സ്ഥലം. ഇവിടെ റീലൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? റീലിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഗൈസ്, ഞാൻ തല തിരിച്ചായിപ്പോയി ഫോൺ പിടിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരം തല തിരിച്ച് തന്നെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ, നമുക്കും എടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അയ്യോ കാണൂല, കൈ ഞങ്ങളല്ലേ നല്ല മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം. പക്ഷെ നല്ല മൊമെന്റ്സ് വരുന്നത് ഫുള്ള് ക്യാമറ ഓഫ് ചെയ്യുമ്പോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് കാക്കന്റെ അപ്പിക്കാട്ടം വന്നത് ക്യാമറ ഓൺ ആയപ്പോ തന്നെ. കറക്റ്റ് ടൈമിന് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കി കാക്ക തോറി ഇവിടെ നിൽക്കുന്നത് ഉള്ളതാണ് നമുക്കൊക്കെ. പക്ഷെ ഇങ്ങനെ നടക്കാനും വൈകുന്നുണ്ട്. പക്ഷെ നല്ല ബോറടിയുണ്ട് ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പുറത്തത്തെ ആ ഒരു സ്റ്റേജിൽ ഞാൻ വിചാരിച്ചു ഏതാ ഏതോ ഒരു നമ്പറിന് മിസ് കോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഗൈസ്, ഭയങ്കര ബോറടി. പക്ഷെ നമ്മൾ ആ ബോറടി മാറ്റി എന്തെങ്കിലും ഒരു സാധനത്തിൽ എന്തായാലും ഒരു എൻഗേജ്ഡ് ആയി പോകും നമ്മൾ. അതെന്താണെന്ന് തിരഞ്ഞു നടക്കുവാണ് ഞങ്ങൾ. ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യല്ലേ? അതാ റോസിന് 50, ഗോളക്ക് 50. അയ്യോ സോന അഭിനയ എന്നെ പഠിച്ചോനെ. ഞങ്ങൾക്ക് കാല് വേദനിച്ചിട്ടൊന്ന് ഇരിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴോ ഫുള്ള് ഇവിടെ പൂക്കളപ്പിക്ക. എവിടെ ഇരിക്കും ഞങ്ങൾ? ഇരിക്കണം അവിടെ ഫുൾ കിളികളാണ്. സോനയ്ക്ക് കിളിയുള്ളോടത്തപ്പോ ഇഷ്ടം. സോനയ്ക്ക് കിളികളെയാണ് ഇഷ്ടം ഗായ്സ്. സോനയ്ക്ക് നാണം അപ്പൊ ക്യാമറ കൊണ്ടുവരുമ്പോ അപ്പിട്ടതിന് ശേഷം. ഇപ്പുറത്ത് പോലീസുകാരുണ്ട് ഗൈസ്. സോന അധികം ചിരിച്ചങ്ങോട്ട് തിരിയണ്ട. ആടക്കുന്നേ ഏമ്മമാര്. ദേവിക്ക് പിന്നെ ക്യാമറ ഓൾ അണ്ണാക്കിലേ വെക്കാത്തൊക്കെ കൊട്ട ടൂറി. ചെക്കണ്ട് ആ ചെക്ക മൂക്ക് കൈയിട്ട് ദേവിക്ക് ആ വിശപ്പ് പോയോ? വിശപ്പ് എങ്ങനെ ഉണ്ടാ? നോക്കണ്ടേ ഇത് ബാഗിൽ നിൽക്ക എന്തോ കുഴപ്പമുള്ള കുട്ടിയതൊന്നിന് ഇതിങ്ങനെ എന്നിട്ട് പൊണ്ണിനോട് ചേച്ചി എന്നിട്ട് പൊണ്ണിനോട് ചേച്ചി നല്ല രസാ ചേച്ചി തിന്നി നോക്ക്. ഒരു വട്ടം കാണി നോക്ക്. ഇതിങ്ങനെ വൃത്തി ചെയ്യാ. ഇതിനും പേരത്തിയിട്ട കഥയാണ്.
ഉണ്ണിയെ കണ്ടേ ഞാൻ കണ്ടുപോയി എന്ത് ചെയ്യാ ഏതെങ്കിലും കാറ് പോണൊക്കെ നോക്കിക്കോ, ആരെയും വേടത്തിയേറ്റായിരിക്കും. ഗൈസ് എല്ലാത്തിന്റെ ഇതാ വെള്ളം മാത്രം കുടിച്ചെടുത്തിട്ട് അടി കുടുങ്ങി ഗൈസ്. സോനെ അനേനും വേഗം തീർത്ത് ഗൈസ്. എന്താ പറഞ്ഞേ? നമുക്ക് ഇതിനെ ടെക്നിക്ക് അറിയില്ല ഗൈസ്. ഞങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിച്ചു. എന്തൊക്കെ ഫുഡ് പറയാൻ, ഒരു ചിക്കൻ വൈറ്റ് പാസ്ത കഴിച്ചു ഇല്ലേ, ഒരു ചിക്കൻ വൈറ്റ് പാസ്തയും കഴിച്ച്. നല്ല ഫ്ലേവർ ഉള്ള പാസ്ത, പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ല അതുകൊണ്ട്. പിന്നെ വത്തക്ക വെള്ളം നമുക്ക് ഫ്ലേവർ കിട്ടി. യെസ്, ഇനി നമ്മള് 20 രൂപ ബാക്കിയുണ്ട് അക്കൗണ്ടില്. അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്ന, ഒരു ഉപ്പിലിട്ട് വാങ്ങാം. സോ ഗൈസ്, ഇനി നമുക്ക് ഉപ്പിലിട്ട് വാങ്ങി തിന്നുമ്പോ കാണാം. ഗൈസ്, ഞങ്ങളില്ലേ സോനേനെ പറ്റിച്ചിരിക്കും ഗൈസ്. ഞങ്ങള് സോനേനെ ഓളവിടെ ഫോണ് കോൾ ചെയ്യാം, ഞങ്ങൾ ഇങ്ങോട്ട് ഓടി ഇപ്പുറത്തേ പോകുന്നു. ഇവിടെ കണ്ടില്ല, വീണ് ഗൈസ്. ദൈവിക വീണ് വീട്ടിട്ട് ഗൈസ്. എന്നോട് ചന്തിന്റെ മുഖത്ത് കൊണ്ടുപോയി എന്താ കൈ ഗൈസ്. ഓള് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ഗൈസ്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഗൈസ്. ഒരു രസമല്ലേ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ പിന്നെ എന്താ ഞങ്ങൾ ഗൈസ് വേടനെ കണ്ട് ഗൈസ്. വേടനെ കണ്ടത് കുറച്ച് അടുത്ത് ഞങ്ങൾ ഗൈസ്. മഴ നനയാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാ ഗൈസ്. ഗൈസ് ഓളാട്ടോ ഇതെവിടെ ചാരി നിൽക്കുന്നത്. ഇത്ര നേരമായിട്ട് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഓള് പോകുന്ന കാണണ്ടേ ഗൈസ്. മഴ ചെയ്തോണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് കയറിയതോട്ടോ ഗൈസ്. വൻ കോമഡി ഗൈസ്. അവിടെ എന്ത് ഗൈസ് ഞങ്ങളെ കാണാൻ? എവിടെ ഗൈസ്? അവളെ കാണാനില്ല. അതാ അവിടെ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഫോൺ വിളിച്ചിട്ട് തെരയോ, ഞങ്ങള് തെരയോ ഫോൺ വിളിച്ച് അഭിനയിച്ചിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അതാ ദേവികനെ നോക്ക്. ദേവിക എന്താ ഇത്? கனவு மறைச்சிட்ட படை இல்லடா, கண்ணுக்கு தெரிவது தடை இல்லடா, திமிருக்கு பகை இல்லடா, பயந்த உடலுக்கு உயிர் இல்லடா. கிளம்புடா, இனி கலங்காத, பாயிடா, இனி பதுக்காத விஷயம். ഞങ്ങളെ വീഡിയോ കഴിഞ്ഞു. യെസ്, ഇന്ന് ഞങ്ങള് വീട്ടിലെത്തി. 2 മണി 2:30 ആയില്ലേ വീട്ടിലെത്തിയപ്പോ? അതെ, 2:30 ആയി ഗൈസ്. പരിപാടിയൊക്കെ അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളി. ഞങ്ങൾ ഫുഡിന്റെ ഒന്നും അങ്ങനെ കഴിക്കുന്നത് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം കണ്ടപ്പോ തന്നെ അലപ്പേനി.
ഇത് വീണുപോയി. പിന്നെ ഗൈസ് പിന്നെ എന്തെങ്കിലും പറഞ്ഞേ ആരതിനെ മിസ് ചെയ്തു. ആരതി മാത്രം. ആ പുണ്യരി അരമണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാവലാളാവും. യെസ് ഗൈസ് പിന്നെ ഇവിടുത്തെ ഞങ്ങളെ കാവലാളായിട്ട് പുണ്യ കണ്ണും വായയും തുറന്നു കിടക്കും. മറ്റേ പാട്ടിടും ഞങ്ങളപ്പോ കാവലായി പുണ്യകർവാളുണ്ടോ. ഗുഡ് നൈറ്റ്. സോന എല്ലാരും കിടന്നു ഗൈസ്. ഞങ്ങൾ രണ്ടാൾ മാത്രം. എന്താ പട്ടികളെ ഞാൻ ഉറങ്ങിയില്ല. സോറി പുതപ്പ് താടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥലത്തിന് പുതപ്പ് അടി. ഗൈസ് അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്തായാലും ഇങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് ഇനി അടുത്ത നമ്മള് കുറച്ച് അല്ലേ അക്ഷയപാത്രം കണ്ടോ? പണ്ടെന്താ വെച്ചാല് ഞങ്ങള് കുറച്ച് മുമ്പ് ഞങ്ങള് കുറച്ച് പ്ലാൻ ഇപ്പൊ പറയുന്നില്ല. കാരണം ഞങ്ങൾ പറയുന്നൊന്നും വീഡിയോയിൽ പറയുന്നതൊന്നും നടക്കുന്നില്ല. അതല്ല നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പൊ പറയുന്നില്ല. രണ്ടെണ്ണം എന്റെ കണ്ണില് വെള്ളം കുട്ടി തുറക്കാൻ എടുക്കാൻ പറ്റും വിചാരിക്കുന്നു. കാരണം ഏപ്രിലിൽ ഞങ്ങൾക്ക് എന്തായാലും എക്സാമാ. എക്സാം കുറെ ലീവ് ഉണ്ട്. അതില് കൊറേ ലീവ് ഉണ്ട്. ടൈമില്ല. സൺഡേ അതുകൊണ്ട് കണ്ണിന്ന് വെള്ളം വന്നായി. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല് കുറച്ച് ട്രിപ്പൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യമാണ് മൊത്തം മോചനാണ്. വിഷു കഴിഞ്ഞ മോഡൽ വിഷു വരെ എക്സാം. മാസം മാർച്ച് തന്നെ അല്ലേ? ഏപ്രിലായി ഒരു വൃത്തിയിട്ട മാർച്ചാണെ പോകുന്നില്ല. ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. ഗ്യാസ് ഇല്ലേ? യുദ്ധം. ഇവള് ഗ്യാസ് ഇല്ലാന്ന് സിലിണ്ടർ ഇല്ല. അല്ല ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൂട്ടത്തിൽ ഗ്യാസ് ഉള്ളത് സോനയ്ക്കാ. അറിയാവുന്നൊരു വ്യക്തി സ്വയം ഏമ്പക്കം വിടും. അവക്കൊരു ഗ്യാസാടി. ഏമ്പക്കം ഗ്യാസാ. അവള് സ്വന്തമായിട്ട് ഗ്യാസ് വിടും. അറിയാനിട്ടാ അവളെ മറ്റേ എന്താ കഴിവ് എന്ന് പറയുന്നത്. കേസ് വരാറില്ല. ഞങ്ങളെ കണ്ണ് വെച്ചിട്ട് ഇപ്പൊ കേസ് വരാറില്ല. പിന്നെ ഓളെ ഗ്യാസ് കണ്ണ് കണ്ണ് വെക്കും. ഗ്യാസ് പലതരം എന്നാണ് ഓള് പറഞ്ഞത്. അതില് ഓക്ക് വരുന്ന ഒരു ഗ്യാസ് അത് നിങ്ങള് ഊഹിച്ചോളി. വരുന്ന ഗ്യാസ് എവിടെ നിന്നാണ്? ഓപ്ഷൻസ് നിങ്ങൾ തന്നെ കൊടുക്കുക. നിങ്ങൾ തന്നെ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഒന്നുമില്ല. ഓപ്ഷൻ സി. ഞാൻ ഉറങ്ങുന്നിടത്ത് നിങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങാനീനെ. അധികം കൂടെ ഇറക്കണം. ഇതൊന്ന് ഡിലീറ്റ് ആക്കേണ്ടി വരും. നേരെ കിടന്ന നമ്മളെ പിന്നെ കാണാം. ഗുഡ് നൈറ്റ്. സോന പ്രത്യേകിച്ച് കണ്ണും മൂക്കൊന്നും തുറന്നിറക്കൂല. പുണ്യന്റെ കാണാൻ കഴിയുമോ നോക്കട്ടെ. ചിലപ്പോ മേ ബി കാണാൻ പറ്റും. ദേവികന്റെ കൂർക്കാൻ വലി അവളാണ് കൂർക്കം വെക്കുന്നത്. മനസ്സിലാവില്ല. മൂക്ക് അത് കാണിച്ചു. മാങ്ങ മണപ്പിച്ചപ്പോ വന്ന പാടാട്ടോ. പൊള്ളി പോയതാ ചനിയായിട്ട്. അല്ലപ്പോണ്ട് മാങ്ങ മണപ്പിക്കാനായിട്ട് തിന്നാ മതി. മാങ്ങ മണപ്പിച്ച് നോക്കിയത്. ആ നൊസ്റ്റു സ്മെല്ല് ഇട്ടപ്പോ പാടായിപ്പോയി. ആ നൊസ്റ്റു അങ്ങനെ ആ പാടായിട്ട് നിൽക്കുക. പോവായിരിക്കും. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. വീഡിയോ
എടുക്കണം വിചാരിച്ചല്ല. പിന്നെ എടുക്കാൻ കാരണം ദേവിക കൂർക്ക വലിച്ചു ഗൈസ്. ദേവിക കൂർക്ക വലിച്ച വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പറയാ, ഇത് ഞാനാണോ അത്ര പെട്ടെന്ന് ഞാൻ കൂർക്ക വലിച്ചോ, ഇനി നിങ്ങളൊക്കെ വേണ്ട എന്നിട്ട് ഉണ്ണിയനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അതിന് അടുത്ത തല്ലോട് കൂടി അവസാനിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതാരാ? ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് നീക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല.